ചിരിക്കരുതേ. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ഉറപ്പായിട്ടും എനിക്കൊരു ഇങ്ങനത്തെ ഒരു ലൈഫ് വേണ്ട. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. നല്ല കട്ടിയാണല്ലേ. ഒന്നെങ്കിൽ ഒരു ആണായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട്. രണ്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഉള്ളൊരു ലൈഫ് തന്ന് അത് അനുഭവിച്ചവർക്ക് അതിന്റെ അതിലൂടെ വന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അയ്യോ കഷ്ടം. സകൽ നെട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? അല്ലേ? ചോദിക്കുന്ന കുണ്ടനും കണക്കാ, തിരിച്ചു പറയുന്ന കുണ്ടനും കണക്കാ. ഇവന്റെ മൂട്ടിൽ ഇതും പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചു കൊണ്ടുപോയിട്ട് പാലില് കുളിച്ചിട്ടാ ഇത്ര സൗന്ദര്യം. മേക്കപ്പ് പോയി കഴുകടാ പന്നി. നീ എന്താ ഈ പറയുന്നത്? ഒരാണല്ലേ ജി. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് മറ്റേ പെണ്ണിനെ പോലെ ഇവന്റെ പിന്നാലെ ഇങ്ങനെ എന്താണ് ഏതോ ഒരു നായി കമന്റ് ഇട്ടിരിക്കുന്നു. മാലാകയെ പോലെ വന്നിരിക്കുന്നു ജാസിക്കുണ്ടൻ. മോശം അഭിപ്രായമാണ് പറ്റി. അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. മാലാക എന്ന് പറയാൻ പറ്റില്ല. മാലാകൻ അണ്ടുള്ള മാലാകന്മാരുണ്ടാവോ? അതുണ്ടാവോ? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ല. ചിലപ്പോ പണ്ടുള്ള മാലാക എന്നായിരിക്കും. അങ്ങനെ ഇരിക്കും ചിലപ്പോ അല്ലെ. എന്താ അവസ്ഥ ഈ ദുനിയാവിന്റെ ഒരു പോക്ക്. ഒരു കുണ്ടനും കുറെ ആൾക്കാർ, കുറെ എന്താ പറയാ ചാനൽക്കാരും ഇവന്റെ പിന്നാലെ. ബാപ്പിടുണ്ടോ, അവൻ പെടുക്കുണ്ടോ, ജാഷിദ അത് നീക്കുന്നുണ്ടോ, ഇത് നോക്കിയിട്ട് നടക്കണ കുറെ നാറികള്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരിശീലിക്കും. ഇവൻ അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൂടുന്നു. ഇതൊക്കെ പാടാനെ കാണുമ്പോ എന്നെ കലി വരും. എടുത്തോണ്ട് പോടെ കുണ്ടന്മാര്. ഇതൊക്കെ ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.